നമ്മളിതാ വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. വിഴിഞ്ഞത്ത് ആ ദൂരെ കാണുന്നുണ്ടല്ലോ, അതാണ് സാൻ ഫെർണാണ്ടോ. നമ്മളുടെ കപ്പൽ മേസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽശാലയിൽ നിന്ന് പുറത്തിറങ്ങിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് ചൈനയിൽ നിന്ന് കൊളംബോ വഴി ഇന്നലെ രാത്രി നമ്മളുടെ ഉൾക്കടലിലെത്തിയത്. ഇപ്പോൾ അന്താരാഷ്ട്ര കപ്പൽശാലയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം സാൻ ഫെർണാണ്ടോ. നാളത്തെ ട്രയൽ റൺ ഉദ്ഘാടനത്തിനായി 2000-ഓളം കണ്ടെയ്നറുകളുമായി എത്തുന്ന സാൻ ഫെർണാണ്ടോ ഇതാ വിഴിഞ്ഞത്തിൻ്റെ തീരത്തേക്ക് സാവധാനം അടുക്കുകയാണ്. ദൂരെ കാണാം. ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. കേരളത്തിൻ്റെ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്വപ്ന പദ്ധതി നീരണിഞ്ഞു. ആ നീരണിയുന്ന പദ്ധതി തീരം തൊടുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. സാൻ ഫെർണാണ്ടോ ദാ അവിടെ അധികം അകലെയല്ല. നമ്മളുടെ ഭാവിയും നമ്മളുടെ പ്രതീക്ഷകളെയും ഒക്കെ തീരത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് സാൻ ഫെർണാണ്ടോ ഇങ്ങനെ കടൽ അലകളിൽ മുകളിലൂടെ വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നോക്കൂ, ഒരു പൊട്ടുപോലെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. സമയത്തിനുള്ളിൽ വിഴിഞ്ഞത്തിൻ്റെ തീരത്തേക്ക് ആദ്യത്തെ മദർഷിപ്പ് എത്തും. ഈ വന്നുകൊണ്ടിരിക്കുന്നത് സാൻ ഫെർണാണ്ടോയാണ്. ആദ്യത്തെ മദർഷിപ്പാണ്. വരവേൽക്കാൻ വിഴിഞ്ഞം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ ടിവിയും ഈ വരവേൽപ്പിനെ വലിയ ആഘോഷമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒട്ടേറെ ദൃശ്യങ്ങൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഇന്നും നാളെയുമായി എത്തിച്ചുകൊണ്ടേയിരിക്കും. ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ പുറം കടലിൽ നിന്നും തീരക്കടലിലേക്ക് എത്തുന്ന തീരത്തേക്ക് അടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണിക്കാണ് തീരം അടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് രാവിലെ തന്നെ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് തീരത്തേക്ക് എത്തുകയാണ്. ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ കപ്പൽ പുറം കടലിൽ ഇന്നലെ രാത്രിയാണ് നിലയുറപ്പിച്ചത്. നാളെയാണ് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണ ചടങ്ങ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് കാണാം സാൻ ഫെർണാണ്ടോയുടെ വരവ്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പാണ്. നമുക്കൊപ്പം ആദിൽ പാലോട് ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. കപ്പലിതാ നമ്മുടെ കൺമുന്നിൽ എത്തിയിരിക്കുന്നു. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. സാൻ ഫെർണാണ്ടോ 9 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കുറച്ച് നേരത്തെ പുറപ്പെട്ടോ? ഏതായാലും ചരിത്രം പിറക്കുന്ന നിമിഷങ്ങളാണ്. മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തുന്നു. അരുൺ, വളരെ സന്തോഷമുള്ളൊരു പ്രഭാതമാണിത്. സാൻ ഫെർണാണ്ടോ പുറം കടലിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് ബെർത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ബെർത്തിലേക്ക് അടുത്താൽ തന്നെ ഇത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും അത് മിനിറ്റുകൾ എടുത്തുള്ള ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ കടന്നു വരും. പിന്നീട് ഈ പുലിമുട്ടിന് സമീപം എത്തിയാൽ അതിൻ്റെ നിയന്ത്രണം മുഴുവൻ ടഗ്ഗുകൾ ഏറ്റെടുക്കും. ടഗ്ഗുകൾ എന്നുള്ളത് വലിയ ശേഷിയുള്ള ചെറു ബോട്ടുകൾ. ഈ ടഗ്ഗുകൾ ഉപയോഗിച്ച് ഈ കപ്പലിനെ തള്ളി ഈ ബെർത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. ഇന്ന് 7 മണിയോടെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 7:30 എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കാലാവസ്ഥയുടെ സാഹചര്യങ്ങൾ നോക്കിയാണ്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയേക്കും. അങ്ങനെ ബെർത്തിലേക്ക് അടുക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. നമുക്ക് കാണാം കൂറ്റൻ കപ്പലാണത് എന്നുള്ളത് നമുക്ക് ചെറു ദൃശ്യത്തിൽ തന്നെ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. കൂറ്റൻ കപ്പൽ ഉടൻ തന്നെ വിഴിഞ്ഞത്തേക്ക് എടുക്കുന്നു. ആദ്യ മദർഷിപ്പാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ മെർസ്ക് ലൈൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ്. 2000-ലധികം കണ്ടെയ്നറുകളാണ് ആ സാൻ ഫെർണാണ്ടോ കപ്പലിലുള്ളത്. 1960 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ വഴിയാണ് അത് ഇറക്കുക. സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണിത്. അതിനുശേഷം യാർഡിലേക്ക് അത് മാറ്റും. ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ 31 ക്രെയിനുകളാണ്. 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളും വിഴിഞ്ഞത്ത് ഒരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് മിനിറ്റുകൾക്കകം തന്നെ സാൻ ഫെർണാണ്ടോ അടുത്തു വരുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെ നാളെയാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് ഒരുക്കുന്നത്. പക്ഷേ ഇന്ന് തന്നെ വാട്ടർ സല്യൂട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. ആദ്യത്തെ മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നു. നാളെ മന്ത്രിമാർക്ക് പുറമെ കേന്ദ്രത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും പങ്കെടുക്കുന്ന പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 10,000 പേർക്ക് വിഴിഞ്ഞത്തേക്ക് എത്താം. വിഴിഞ്ഞത്തെത്തി ഈ കപ്പലിനെ നേരിട്ട് കാണാനാകുന്ന സാഹചര്യമാണ് ഒരുക്കുന്നത്. ഏതായാലും നമ്മുടെ കൺമുന്നിൽ ഇതാ ആദ്യ മദർഷിപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണുന്നുണ്ട്. ദീർഘദൂര ദൃശ്യങ്ങളാണ് നമ്മൾക്ക് ഈ ഫ്രെയിമിലൂടെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. 2000-ലധികം കണ്ടെയ്നറുകൾ വഹിച്ചുള്ള കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ആ സാൻ ഫെർണാണ്ടോയുടെ 1960 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കും. ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ
നമ്മുടെ മോർണിംഗ് ഷോ അരുൺകുമാറിൻ്റെത് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ബെർത്തിൽ കപ്പൽ അടുപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണിക്കാം. അത് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇതിൻ്റെ കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്യുന്ന കെട്ടിയിടും. അതിൽ ഇന്ന് പറയേണ്ടത് ബർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് കപ്പൽ അവിടെ തുടരും. ബാക്കിയുള്ള നാളത്തേക്കുള്ള ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയുള്ള പരിപാടികളായിരിക്കും. അപ്പോൾ ഒരു ദിവസം മുമ്പ് തന്നെ ബർത്തിലെത്തി എല്ലാം ഒരിക്കൽ കൂടി ക്രമീകരണങ്ങളൊക്കെ ഉറപ്പുവരുത്തി സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ ഷിപ്പ് ടു ഷോർ ക്രെയിനുകളെല്ലാം പ്രവർത്തിക്കുന്നു എന്നത് ഒന്നുകൂടി ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നാളെ സമാധാനപരമായി നമ്മൾ ആ ഉദ്ഘാടന ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നമ്മൾ രേഖയിലൊക്കെ നാളെ ആയിരിക്കും, പക്ഷേ ചരിത്രം ഇതാ പിറന്നു കഴിഞ്ഞു എന്ന് നമുക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പറയാം. നാളെ വലിയ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. ഔദ്യോഗിക സ്വീകരണ പരിപാടിയും ഔദ്യോഗിക ട്രെയിലർ ഉദ്ഘാടനവും നാളെയാണ് നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പൽ നാളെ ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി ചൈനയിൽ നിന്ന് വന്ന കപ്പലാണ്. യൂറോപ്പിലേക്ക് തിരിക്കും. യൂറോപ്പിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെയും പടിപടിയായി കപ്പലുകൾ തുടർച്ചയായി വരുന്നുണ്ട്. ഇവിടെ ഇറക്കുന്ന 1960 കണ്ടെയ്നറുകളെ സ്വീകരിക്കാൻ 2 ഫീഡർ വെസലുകൾ നാളെ വൈകിട്ടോടെ, നാളെ രാത്രിയോടെയും മറ്റന്നാളോടെയുമായി ഇവിടെ എത്തുമെന്നാണ് അദാനി പോർട്ട്സ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കപ്പലുകളിൽ ഇപ്പോൾ കൊണ്ടുവന്നിറക്കുന്ന കണ്ടെയ്നറുകൾ കയറ്റി മുംബൈയിലേക്കും ഒപ്പം ചെന്നൈ അടക്കമുള്ള ചെറു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. ചെറു തുറമുഖം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തേത് വൻ തുറമുഖമാണ് എന്നത് സാങ്കേതികമായും ശരിയാവുകയാണ്. മദർഷിപ്പ് എടുക്കാൻ കഴിയുന്ന രാജ്യത്തെ തന്നെ പ്രധാന തുറമുഖമായി മാറിയിരിക്കുന്നു. ആ വള്ളങ്ങൾ ആ കപ്പലിന്റെ ചാലിലാണോ ഉള്ളത്? അവർ മീൻ പിടിക്കുന്ന വള്ളങ്ങളാണോ അതോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടഗ് ബോട്ടുകളാണോ ആ കാണുന്നത്? ടഗ് ബോട്ട് അല്ലെന്ന് തോന്നുന്നു അല്ലേ? ടഗ് ബോട്ടല്ല, ആ കാണുന്നത് വള്ളങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എത്രയോ അകലെയാണ് ഈ വള്ളങ്ങളും കപ്പലും ഉള്ളത്. കപ്പൽ നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങളിലൊന്നും അല്ല, എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ്. നമ്മുടെ ക്യാമറ ലെൻസിലാണ് ഇങ്ങനെ പതിയുന്നത് കൊണ്ടാണ്. അതെ, ഉറപ്പായും അങ്ങനെയാണ്. അതെ, ഉറപ്പായും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഇത് എത്തില്ല. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. അത് മിനിറ്റുകൾ എടുത്ത് മണിക്കൂറുകൾ എടുത്തായിരിക്കും ഇവിടേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക. ഒരു ചെറിയ ടെൻഷൻ വന്നത് കപ്പലിങ് അടുത്ത് വരികയാണെങ്കിൽ ഈ വള്ളങ്ങൾ എന്ത് ചെയ്യുമെന്നൊരു ആശങ്ക പ്രേക്ഷകർക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാര്യം കപ്പൽ ദൂരെ കിടക്കുന്ന ഒരു വലിയ കപ്പലാണ്, ഒരു ബ്രഹ്മാണ്ഡ കപ്പലാണ് വരുന്നത്. നമ്മൾ മദർഷിപ്പ് എന്ന് പറഞ്ഞു. ഞാൻ പ്രേക്ഷകരോട് എന്താണ് ഈ മദർഷിപ്പ് എന്നുള്ളത് വിശദീകരിക്കാം. അതിന് ആ വലിയ കപ്പൽ പ്രേക്ഷകർക്ക് ദൂരെ കാണാം. ചെറിയ മഞ്ഞ് കടലിൻ്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവ്യക്തമായിട്ടാണ്, എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുകളിൽ ആ കണ്ടെയ്നറുകളൊക്കെ അടുക്കി വെച്ചു കൊണ്ടുവരുന്ന മദർഷിപ്പ് ഒരു പടുകൂറ്റൻ കപ്പലാണ്. അത്രയും കപ്പൽ എനിക്കൊന്നും ആദ്യം പോലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അതിൽ ഉറപ്പായി നമ്മളെന്നത് ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഫോട്ടോയിലോ സിനിമയിലോ ഒക്കെ കാണുന്ന ദൃശ്യങ്ങളാണ്. നമ്മൾ ഈ ലൈവായി കാണാൻ പോകുന്നതിൻ്റെ ഒരു ആശ്ചര്യവും കൗതുകത്തിലുമാണ് നമ്മൾ റിപ്പോർട്ടർ ടീം സംഘം വിഴിഞ്ഞത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ കാണുന്ന ഈ ക്രെയിനുകളിലൂടെ എങ്ങനെ ആ കണ്ടെയ്നറുകൾ എടുക്കും, പിന്നീട് അതെങ്ങനെ യാർഡിലേക്ക് മാറ്റും, യാർഡിലേക്ക് മാറ്റുന്ന കണ്ടെയ്നറുകൾ പിന്നീട് ലോറിയിലേക്ക് കയറ്റുന്നു, യാർഡിന് സൗകര്യമുള്ളൊരു ഭാഗത്തേക്ക് അത് കൊണ്ടുവയ്ക്കുന്നു. അത് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് തുറമുഖം എന്ന നിലയിൽ പൂർണ്ണാർത്ഥത്തിൽ ഫങ്ഷനിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് നമുക്ക് കാണാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു മലയാളികളുടെ സ്വപ്ന സാഫല്യം ഇതാ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ദീർഘകാലമായി നമ്മൾ കണ്ട സ്വപ്നം പൂവിടുന്നു. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. അരുൺ, ഇതിനോട് ചേർത്ത് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ കപ്പൽ വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ തുടർച്ചയായി കപ്പലുകൾ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ ഇത് എല്ലാം ഓക്കെയാണ്, റെഡിയാണ് എന്ന് കൃത്യമായി കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടക്കും എന്നുള്ളതാണ്. അതിന്റെ സാങ്കേതികമായി അടുത്ത് വരുന്നത് കണ്ടിങ്ങനെ കാത്തിരിക്കാൻ വയ്യാത്ത പ്രേക്ഷകരുണ്ടാവും. നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി ഈ കടലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് കൊടുത്താൽ നന്നായിരിക്കും, കഴിയുമെങ്കിൽ മാത്രം. ഏതായാലും അതൊരു കൗതുകകരമായ കാഴ്ചയാണ്. കപ്പൽ തീരത്തെടുക്കുമ്പോൾ അത് കേരളീയർക്ക് മുഴുവൻ അഭിമാനകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. കുറച്ചുകൂടി തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല പ്രഭാതമാണ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലേ? അതിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, നല്ല വെളിച്ചമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ, ഈ ബോട്ടിലൊക്കെ ഉള്ളവർ എടുത്തയക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുമെന്നാണ്. കഴിഞ്ഞ തവണ ആദ്യ ചരക്ക് കപ്പൽ, ആദ്യ ക്രെയിൻ കൊണ്ടുവന്ന കപ്പൽ എത്തിയിരുന്നു, ഷെൻഹുവ 15 എന്ന കപ്പൽ. ആ സമയത്ത് നമുക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കുറച്ചുകൂടി നല്ല ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇങ്ങനെ കാണുകയേ നിർവാഹമുള്ളൂ. അപ്പോഴും വ്യക്തമല്ല, നമുക്ക് ഒരു പൊട്ടുപോലെ എന്തോ വരുന്നു. പക്ഷേ ഇങ്ങെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുക. അരുൺ പറഞ്ഞതുപോലെ ആ വാക്കാണ് ശരി, ബ്രഹ്മാണ്ഡ കപ്പലാണ് വരുന്നത്.
ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ കയറ്റാൻ കഴിയുന്ന ശേഷിയുള്ള കപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിവിടെ എത്തിയാൽ മലയാളികൾക്കെല്ലാം വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. വിഴിഞ്ഞം ഇനി അറിയപ്പെടാൻ പോകുന്നത് സലാല പോലെ, സിംഗപ്പൂരിനെയൊക്കെ പോലെ അടയാളപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഇപ്പോൾ ഇത് വരും, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശരിയാണ് കേട്ടോ. ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന അതിൽ പറഞ്ഞതുപോലെ ഒരു മദർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കപ്പലുകളിൽ കയറ്റുന്ന കണ്ടെയ്നറുകളുടെ വലിപ്പമുണ്ടല്ലോ, അങ്ങനെയുള്ള എത്ര കണ്ടെയ്നറുകൾ കയറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ 3000-4000 കണ്ടെയ്നറുകളൊക്കെയാണ് സാധാരണ ഷിപ്പുകളിൽ ഉള്ളതെങ്കിൽ 10,000-ത്തിലും അധികം TEU എന്ന് പറയുന്നത് ഈ 20 ഈക്വൽ ഫൂട്ട് യൂണിറ്റ് എന്ന് പറയുന്നതാണ്, ഈക്വലൻ്റ് യൂണിറ്റ് ഫൂട്ട് എന്ന് പറയുന്നതാണ് ഒരു കണ്ടെയ്നറിനെ അടയാളപ്പെടുത്തുന്നത്. ഏകദേശം 20 ഫീറ്റോളം നീളവും 8 ഫീറ്റോളം വീതിയും 8.6 ഫീറ്റോളം ഇഞ്ചോളം ഉയരവുമുള്ള വലിയ കണ്ടെയ്നറുകൾ, അങ്ങനെയുള്ള 10,000-കണക്കിന് കണ്ടെയ്നറുകൾ കയറ്റാൻ കഴിയുന്നവയാണ് നമ്മൾ മദർഷിപ്പ് എന്ന് പറയുന്നത്. ഈ വരുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയിലേക്കും 10,000-ത്തിലധികം TEU 20 TEU വരുന്ന കണ്ടെയ്നറുകൾ കയറ്റാൻ സാധിക്കും. അത് ചെറിയ പോർട്ടിലൊന്നും ഇറക്കാൻ കഴിയില്ല. ഇത്തരം കപ്പലുകൾക്ക് അടുക്കണമെങ്കിൽ തന്നെ സ്വാഭാവികമായ കപ്പൽ ചാലുകളുടെ ആഴം 18 മീറ്ററിൽ കൂടുതൽ വേണം. ഇവിടെ ഈ വിഴിഞ്ഞത്ത് സ്വാഭാവികമായിട്ടുള്ള ഈ തീരക്കടലിൻ്റെ ആഴം എന്ന് പറയുന്നത് 24 മീറ്ററാണ്. ഡ്രഡ്ജിങ് പോലും ചെയ്യാതെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ വിഴിഞ്ഞത്ത് സ്വാഭാവികമായ ആഴമാണുള്ളത്. ആ സ്വാഭാവികമായ ആഴമുള്ള സ്ഥലത്തേക്കാണ് ഈ മദർഷിപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുക്കുന്ന മദർഷിപ്പിൽ നിന്ന് ആയിരക്കണക്കിന് ഈ കണ്ടെയ്നറുകൾ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ വഴി ഇറക്കി വയ്ക്കും. അതാണെങ്കിൽ അർദ്ധ ഓട്ടോമേറ്റഡുമാണ്. IIT മദ്രാസാണ് ഇതിൻ്റെ പോർട്ട് നാവിഗേഷൻ സിസ്റ്റം നിർവഹിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക് പോർട്ട് നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇതിലെ കണ്ടെയ്നറുകൾ ബർത്തിലെടുത്ത് വയ്ക്കും. ബർത്ത് എന്ന് പറഞ്ഞാൽ ഈ തുറമുഖത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് കേട്ടോ ബർത്ത്. ആ ബർത്തിലേക്ക് ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഈ യാർഡ് ക്രെയിനുകൾ വഴി അത് ചെറിയ വെസലുകളിലേക്ക് മാറ്റും. ഈ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക്, ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന മദർഷിപ്പുകളിലേക്കോ ചെറിയ ഷിപ്പുകളിലേക്കോ ഒക്കെ ഈ കണ്ടെയ്നറുകൾ മാറ്റും. അതാണ് ട്രാൻസ്ഷിപ്പ് തുറമുഖം എന്ന് ഈ പേര് വരാനുള്ള കാരണം. അപ്പോൾ വിഴിഞ്ഞത്തേക്കുള്ള ട്രാൻസ്ഷിപ്പ് തുറമുഖത്തെ അടയാളപ്പെടുത്തുന്ന ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കപ്പലിങ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കേരളത്തെ അടയാളപ്പെടുത്തുന്നത് ചെറുതായിട്ടല്ല. മാത്രവുമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ ഈ ഇന്ത്യയിലെ തന്നെ 13ഓളം വലിയ തുറമുഖങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും സുസജ്ജമായിരിക്കുന്ന തുറമുഖം എന്ന് പറയുന്നത്, ഏറ്റവും ഓട്ടോമേറ്റഡ് ആയിരിക്കുന്ന തുറമുഖം എന്ന് പറയുന്നതും വിഴിഞ്ഞമായിരിക്കും. ഇപ്പോൾ ഈ വരുന്ന സാൻ ഫെർണാണ്ടോ വരുന്നത് കൊളംബോയിൽ നിന്നാണ്. കൊളംബോയിൽ നിന്ന് ഇവിടെ എത്തി 1960ഓളം കണ്ടെയ്നറുകൾ ഈ വിഴിഞ്ഞത്തിറക്കി വെച്ചതിന് ശേഷമായിരിക്കും തിരിച്ച് യൂറോപ്പിലേക്ക് മടങ്ങിപ്പോവുക. ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കടലിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ആദിലും ഞങ്ങളുടെ വാർത്താ സംഘവും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നമുക്ക് കാണാം കപ്പൽ ഏറെക്കുറെ നമ്മളുടെ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് നമ്മുടെ ക്യാമറയ്ക്ക് ആംഗിളിനോട് ഫേസ് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊന്നൊരു 6-7 നോട്ടിക്കൽ മൈലൊക്കെ കാണത്തുള്ളായിരിക്കും. വളരെ സാവധാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു അരമണിക്കൂറിനുള്ളിൽ ഏകദേശം അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്.